ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് ബേക്കറിയിലൊക്കെ കിട്ടുന്ന ബട്ടർ കുക്കീസിൻ്റെ റെസിപ്പിയാണ്. ഓവനിലും ഓവനില്ലാതെയും ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു കുക്കീസ് കഴിക്കാനായിട്ട്. വീഡിയോയിലേക്ക് പോണതിന് മുമ്പ് മന്ന കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി കുക്കീസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ടൊരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 1/2 കപ്പ് അൺസാൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെച്ചാൽ മതിയാകും. ഇനി ഇതുപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ട് ബട്ടർ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ നല്ലതുപോലെ സോഫ്റ്റായി വരട്ടെ. ബട്ടർ നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടെ മിക്സ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ബട്ടറും പഞ്ചസാരയും കൂടെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ബട്ടറും പഞ്ചസാരയും മുട്ടയും എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് പ്ലസ് 1/3 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതായത് 170 ഗ്രാമാണ് മൈദ എടുക്കുമ്പോൾ വരുന്നത്. ഇനി ഇത് നല്ലതുപോലെ അരിച്ചിട്ട് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. കുക്കീസ് ഉണ്ടാക്കാൻ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി ഇതെല്ലാം കൂടെ വിസ്ക് വെച്ചിട്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുക്കീസ് ഉണ്ടാക്കാനായിട്ടുള്ള കറക്റ്റ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത്. അടുത്തതായിട്ട് ഞാനൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. ആ ബാഗിലേക്ക് ഈ നോസിൽ ഇട്ട് കൊടുക്കാം. നോസിൽ നമ്പർ 2, അതായത് സ്റ്റാർ ടിപ്പ് നോസിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ പൈപ്പിംഗ് ബാഗിലേക്ക് കുക്കീസിന് റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കുക്കീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. പിന്നെ ബട്ടറിൻ്റെ കാര്യത്തിൽ മാത്രമാണ് എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നത്. ഓവനിൽ ചെയ്യുന്നവർ ബേക്കിംഗ് ട്രേയിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് ഈ നോസിൽ വെച്ചിട്ട് ഫ്ലവറിൻ്റെ ഷേപ്പിൽ കുക്കീസ് വരച്ചെടുക്കാം. നമുക്കിഷ്ടമുള്ള നോസിൽ വെച്ചിട്ട് ഇഷ്ടമുള്ള ഡിസൈനിൽ വരച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു നോസിൽ വെച്ചിട്ട് വരച്ചാൽ ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടും. ഇതുപോലെ ബാക്കിയുള്ള കുക്കീസ് എല്ലാം വരച്ചെടുക്കാം. ഓവനിൽ വയ്ക്കാനുള്ളതെല്ലാം ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഓവനില്ലാതെ ചെയ്യാനുള്ളതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു തട്ടിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലൊരു 3 കുക്കീസ് വരച്ചെടുത്തിട്ടുണ്ട്. ഓവനില്ലാതെ ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. പാത്രം അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി കുക്കീസ് വെച്ചിരിക്കുന്ന തട്ട് പാനിലേക്ക് ഇറക്കി വെച്ച് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിൽ ചെയ്യുന്നവർ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് ഓവനിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതിയാകും. അതുപോലെ ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് സമയത്തിനൊക്കെ മാറ്റം വരുന്നതാണ്. ഓവനിൽ വെച്ചിരുന്ന കുക്കീസ് ഇവിടെ നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിരുന്ന കുക്കീസും നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇത് പുറത്തേക്ക് എടുത്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കുക്കീസൊക്കെ ഇവിടെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഓവനില്ലാതെ ഉണ്ടാക്കിയ കുക്കീസും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ചു വെച്ചിരുന്നാൽ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോഴോ അതുപോലെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ചായയുടെ കൂടെയൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്സ് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ.
വേറൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.